ഇത് പൊതുവേ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഒരു വീഡിയോ ക്യാമറ സിസ്റ്റം അല്ല ഉദ്ദേശിക്കുന്നത്. അത് സർവൈലൻസ് ക്യാമറ അല്ല. ആ ഇൻസിഡൻറ്റിൽപ്പെട്ട വാഹനമാണെങ്കിൽ പോലും അത് പർട്ടിക്കുലർ ഒഫൻസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളതല്ലാതെ ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത്, ട്രിപ്പിൾ റൈഡിങ്, മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് പോകുന്നത്, സീറ്റ് ബെൽറ്റ്, ഇങ്ങനെ ഈ 6 ഒഫൻസുകൾ മാത്രമേ ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളൂ. ഞങ്ങളുടെ ഡീറ്റെയിൽസിൽ നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ ലോഗിൻ ഐഡിയോ പാസ്വേഡ് വെച്ച് കയറിയാൽ മാത്രമാണ്. ഒരു ദുരുദ്ദേശമില്ല. ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യം ഇത്രയാണ്. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിനെ ഒന്നാകെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വാർത്തയാണല്ലേ പുറത്തു. നമസ്കാരം. വിജിലൻസ് റെയ്ഡ് പൊളിക്കാൻ MVDയുടെ ക്യാമറ ട്രിക്ക് എന്ന തലക്കെട്ടോടുകൂടി മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഇന്നൊരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിജിലൻസ് നീക്കങ്ങൾ AI ക്യാമറയിലൂടെ നിരീക്ഷിച്ച് റെയ്ഡിന് തടയിട്ട് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്താൻ സ്ഥാപിച്ച ക്യാമറകൾ ഉപയോഗിച്ച് MVD ഉദ്യോഗസ്ഥർ വിജിലൻസിൻ്റെ റെയ്ഡ് നീക്കങ്ങൾ ചോർത്തുന്നതായാണ് സംശയം. വാഹനങ്ങളുടെ നമ്പർ തിരിച്ചറിയാൻ സംവിധാനമുള്ള ക്യാമറ യൂണിറ്റുകളിൽ വിജിലൻസ് വാഹനങ്ങളുടെ നമ്പർ ഉൾക്കൊള്ളിച്ച് നിരീക്ഷണം ഒരുക്കിയെന്നാണ് സൂചന. വിജിലൻസ് വാഹനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ MVD ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിൽ സന്ദേശം ലഭിക്കും. സന്ദേശം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ വിവരം വേണ്ടപ്പെട്ടവർക്ക് കൈമാറി ഒറ്റുകാരാവുന്നതോടെ വിജിലൻസ് വെറും കൈയോടെ മടങ്ങേണ്ടി വരും. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് തന്നെ അന്വേഷണം ആരംഭിച്ചു. കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇൻ്റലിജൻസ് പരിശോധന ഇത് സംബന്ധിച്ചായിരുന്നു എന്നിങ്ങനെയാണ് ആ വാർത്ത കൊടുത്തത്. എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം? നമുക്കതൊന്ന് പരിശോധിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം എൻഫോഴ്സ്മെൻറ്റ് RT ഓഫീസിലാണ്. ഇവിടെയാണ് ഈ MVDയുടെ ATMS, അതായത് ഓട്ടോമേറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ AI ക്യാമറയിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ എങ്ങനെയാണ്, വീഡിയോ ആയിട്ടാണോ അതോ ചിത്രമായിട്ടാണോ അതോ ലൈവായിട്ട് തന്നെ ഇവർക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. എന്നോടൊപ്പം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് RTO ബിജു ഐസക് ചേരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഇത് പൊതുവേ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഒരു വീഡിയോ ക്യാമറ സിസ്റ്റം അല്ല ഉദ്ദേശിക്കുന്നത്. അത് സർവൈലൻസ് ക്യാമറ അല്ല. ഇത് ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഞങ്ങൾ വെച്ചിരിക്കുന്ന ക്യാമറകൾ ഒരു പർട്ടിക്കുലർ ഒഫൻസ്, ഇപ്പോൾ സ്പീഡാണെങ്കിൽ പോലും 50 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 60 കിലോമീറ്റർ അല്ലെങ്കിൽ 90 കിലോമീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിലോമീറ്റർ പർട്ടിക്കുലർ സ്പീഡിൽ അപ്പുറത്തുള്ള കേസുകൾ മാത്രമേ അത് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. ഇത് അല്ലാതെ നമ്മളൊരു കല്യാണമോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ചിത്രീകരണം നടത്തുന്നത് പോലെ 24 മണിക്കൂറും ഇത് ക്യാമറ അതിനകത്ത് വരുന്ന എല്ലാ ഒബ്ജക്റ്റും റെക്കോർഡ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. പർട്ടിക്കുലർ ഒഫൻസിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒഫൻസ് വരുമ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒട്ടേറെ ആളുകൾക്കുള്ള സംശയമാണ്. ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പല ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും വന്ന് അന്വേഷിക്കാറുണ്ട്. ആ ഇൻസിഡൻറ്റിൽപ്പെട്ട വാഹനമാണെങ്കിൽ പോലും അത് പർട്ടിക്കുലർ ഒഫൻസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളതല്ലാതെ ആ ഒഫൻസിന് വേണ്ടി ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമുക്കില്ല. അതാണ് പൊതുജനങ്ങൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് വീഡിയോ റെക്കോർഡിംഗ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞൊരു സർവൈലൻസ് ക്യാമറ അല്ല. ഒരു കല്യാണത്തിന് വരുന്ന ഊണ് കഴിക്കുന്ന എല്ലാവരും കിട്ടുന്ന പോലെയല്ല. നമ്മൾ അതിനകത്തൊരു പർട്ടിക്കുലർ ഒരു വാഹനത്തിൻ്റെ 90 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതിന് മുകളിൽ കണ്ടുപിടിക്കുകയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശം മാത്രമേ ആ ക്യാമറ കൊണ്ട് നടക്കുകയുള്ളൂ. എന്തൊക്കെ ഒഫൻസുകളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് പോകുന്നത് ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത്, ട്രിപ്പിൾ റൈഡിങ്, മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് പോകുന്നത്, സിംഗിളായിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ റൈഡ് ചെയ്യുന്നത്, ട്രിപ്പിൾ റൈഡിങ്, സീറ്റ് ബെൽറ്റ്, ഇങ്ങനെ ഈ 6 ഒഫൻസുകൾ മാത്രമേ ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളൂ. മൊബൈൽ ഫോൺ യൂസ് ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നത് 6 ഒഫൻസുകളാണ് ഇതുകൊണ്ട് മെയിനായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നല്ല അറിയാം, നിങ്ങളുടെ ക്യാമറയുടെ പിക്ചർ വരുമ്പോഴും അറിയാം. ബെൽറ്റ് ഇല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ പടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന അതേ ഇത് തന്നെ ഞങ്ങൾ വീണ്ടും 2 പ്രാവശ്യം വെരിഫൈന് ശേഷമാണ് പബ്ലിക്കിന് അയക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അല്ലാതെ ഒരു വാഹനം പോകുമ്പോൾ ആ വാഹനം ആളുടെ പേരിലുള്ളതാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്കത് കിട്ടുകയില്ല. അല്ല, പബ്ലിക്കിൻ്റെ എനിക്ക് തോന്നിയുള്ള വിൻഡോയിൽ ഏതാണ്ട് ചെറിയ പോർഷൻ മാത്രമേ കിട്ടും. പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരാളുടെ സ്വകാര്യത ഹനിക്കുന്ന കാര്യങ്ങൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിടയ്ക്ക് ചില വെബ്സൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസേ കിട്ടുന്നുള്ളൂ. ഞങ്ങളുടെ ഡീറ്റെയിൽസിൽ നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ ലോഗിൻ ഐഡിയോ പാസ്വേഡ് വെച്ച് കയറിയാൽ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിലും കിട്ടുകയുള്ളൂ. ഇന്ന് മോട്ടോർ വാഹന വകുപ്പിനെ ഒന്നാകെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വാർത്തയാണല്ലേ പുറത്തു. ഞങ്ങളുടെ ഉദ്ദേശം ഇതുകൊണ്ട് നടക്കുന്നത് ഒരാളെ ഒരു ദുരുദ്ദേശമില്ല. ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യം ഇത്രയാണ്. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കറക്റ്റ് ഒരുവിധമായി നമ്മളത് ദുരുപയോഗം ചെയ്യുന്നു. ദുരുപയോഗം സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതാണുള്ള കാര്യം. ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് വളരെ പ്രമാദമായ കേരളത്തിലെ കേസുകളിൽ ഉൾപ്പെട്ട കേസുകളിൽ നമ്മുടെ ഈ AI ക്യാമറയിൽ ആ പറഞ്ഞ ഏരിയയിൽ ഈ ഒഫൻസിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ആ കോടതി തെളിവായിട്ട് പോലും സ്വീകരിച്ച് ആ ഉദ്യോഗസ്ഥനെ വിശദീകരിക്കുകയും ആ കോടതി അത് തെളിവായിട്ട് സ്വീകരിച്ച് അവർക്ക് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു പർട്ടിക്കുലർ കേസായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. അതിനകത്ത് ഈ ഉദ്ദേശിക്കുന്ന അധികം സ്പീഡിൽ അയാളെ പോയപ്പോൾ ആ ക്യാമറ ഡിറ്റക്ട് ചെയ്യുകയും അങ്ങനെ അത് പ്രയോജനപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. RTO പറഞ്ഞ പോലെ തന്നെ ഈ AI ക്യാമറയിലെ ദൃശ്യങ്ങൾ നേരെ ഈ എൻഫോഴ്സ്മെൻറ്റ് RTO ഓഫീസിലോ അല്ലെങ്കിൽ MVDയുടെ ഓഫീസുകളിലോ ഒന്നുമല്ല എത്തുന്നത്. ആദ്യം എത്തുന്നത് കൺട്രോൾ റൂമിലാണ്. അവിടെ ഒരു സെർവറുണ്ട്. ആ സെർവറിലേക്കാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ എത്തുന്നത്. അതും ചിത്രമാണ്, ഇമേജസ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തിയതിന് ശേഷമാണ് ഏത് ജില്ലയിലാണ് ഇത്തരത്തിൽ ഈ ഒരു നിയമലംഘനം നടന്നത് ആ ജില്ലയിലുള്ള ഓഫീസുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കും. അതായത് അത് കൊടുക്കുന്നത് ATMS എന്ന സംവിധാനം വഴിയിട്ടാണ്. അതായത് ഓട്ടോമേറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് കൈകാര്യം ചെയ്യുന്നത് കെൽട്രോണിൻ്റെ ജീവനക്കാരാണ്. കെൽട്രോണാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ കെൽട്രോണിലെ ജീവനക്കാർ ഇതുവഴി വരുന്ന ചിത്രങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ 3 മണിക്കൂർ, അതായത് ഒരു ദിവസം ഒരു ഒഫൻസ് നടന്നാൽ, അതായത് ആരെങ്കിലും നിയമം ലംഘിച്ച് യാത്ര ചെയ്താലോ ആ വാഹനങ്ങൾ നിയമം ലംഘിച്ച് പോവുകയാണെങ്കിലോ അതിൻ്റെ വിവരങ്ങൾ അതാത് RTO ഓഫീസിലെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൽ എത്തുന്നത് 3 മണിക്കൂറിന് ശേഷമായിരിക്കും. അതായത് തത്സമയം ഈ വിവരങ്ങൾ അറിയാൻ കഴിയില്ല. അതും ചിത്രങ്ങളായിട്ടാണ് എത്തുന്നത്. ഈ ഓട്ടോമേറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്നും കെൽട്രോൺ ജീവനക്കാർ ഈ ഒഫൻസ് ചെയ്ത, കുറ്റകൃത്യം ചെയ്ത വാഹനങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ തെറ്റായിട്ടും വരാം. അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അത് ITMS എന്ന സംവിധാനത്തിലേക്ക് കൊടുക്കും. ITMS എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് ലോഗിൻ ചെയ്യുന്നത് അതായത് എൻഫോഴ്സ്മെൻറ്റ് RTO ഓഫീസിലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോ ആയിരിക്കും. അവരത് നോക്കിയിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. അതായത് തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷമാണ് നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ ഒരിക്കലും ഇങ്ങനെ ലൈവ് സ്ട്രീമിംഗ് പറ്റില്ല. അതായത് ഈ വാർത്തയിൽ പറയുന്ന പോലെ ഈ വാഹനം വരുന്നതൊന്നും ലൈവായിട്ട് ഇവർക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്ന ഒരു വാർത്തയാണ് എന്നുള്ളൊരു സംശയമാണ് എല്ലാവരും ഉയർത്തുന്നത്. ഇതിന് പിന്നിൽ ഏതോ വലിയ മാഫിയ സംഘങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരെല്ലാവരും കരുതുന്നത്. ജീവനക്കാർക്കിടയിൽ വലിയ അമർഷമാണ് പുകയുന്നത്. അവരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. എന്തായാലും ഈ വാർത്തയുടെ ഒരു വാസ്തവം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മറുനാടൻ ശ്രമിച്ചത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.